ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷിൻ്റെ റെസിപ്പി നോക്കാം. റവ അപ്പം. പെട്ടെന്ന് ഒരു തയ്യാറെടുപ്പുകളും കൂടാതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇത് റെഡിയാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിലുള്ള ഓൾ ബട്ടണും കൂടെ ഒന്നമർത്തണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റവ ഒരു വലിയ കപ്പ് ഡ്രൈ റോസ്റ്റ് ചെയ്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, മൈദ 2 ടേബിൾ സ്പൂൺ, ഈസ്റ്റ് 1 ടീസ്പൂൺ. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഉപ്പ് 1/2 ടീസ്പൂൺ. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അപ്പത്തിനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഈ റവയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 2 വലിയ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അതേസമയം ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം 10 മിനിറ്റ് മിക്സാക്കി മാറ്റി വെക്കുക. അതൊന്ന് ഫെർമെൻറ്റൈസ് ആയതിന് ശേഷം ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് അധികം ചേർക്കേണ്ട, ഒരു 1/2 ടീസ്പൂൺ ഇത്രയും റവയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിനെ കുറച്ച് വെള്ളം ചേർത്ത് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ചൂടുവെള്ളമാണ്. 1 കപ്പ് റവയ്ക്ക് അതേ കപ്പിൽ തന്നെ ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. വെള്ളം ഒന്നിച്ചൊഴിക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇതിനെ മിക്സാക്കി എടുക്കാം. ഒത്തിരി ഫൈൻ പേസ്റ്റായിട്ട് ഇതിനെ റെഡിയാക്കി എടുക്കേണ്ടതില്ല. കാരണം നമ്മളിതിനെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം മിക്സിയിൽ ഇട്ടടിച്ച് നല്ല സ്മൂത്ത് ബാറ്ററാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതിയാകും. ഒന്നിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാനിതിനെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് മാവൊന്ന് അരച്ചതിന് ശേഷം ബാക്കി ഒഴിച്ച് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ മുഴുവനും റവ മിക്സ് ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്കിതിനെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അധിക സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് മതിയാവും. ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ട് ഇതിനെ നന്നായിട്ട് അടിച്ചെടുത്തു. ഇതിനെ നമുക്ക് ഈ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. നമ്മൾ സാധാരണ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അത്രയും തിക്നെസ് ഇതിന് വേണ്ട. നമ്മൾ പാലപ്പത്തിൻ്റെയൊക്കെ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി മതിയാകും. ഇതിപ്പോൾ കുറച്ച് തിക്കാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ആ ഒരു ജാറിലേക്ക് തന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ഒഴിക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ്. ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിരിക്കാം. ഇതിപ്പോൾ ഞാനൊരു 15 മിനിറ്റാണ്, കുറച്ച് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 15 മിനിറ്റ് ഇതിനെ ഒന്ന് മൂടി മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാനൊരു ദോശപ്പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ 15 മിനിറ്റ് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഓരോ തവിയായിട്ട് കോരി ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് പരത്തരുത്, ജസ്റ്റ് തവി വെച്ചിട്ട് ഇതുപോലൊന്ന് ആക്കിയാൽ മതിയാകും. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ അപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ ഹോൾസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടിത് ഫില്ലാവണം. ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ലോ മീഡിയം ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിനെ മൂടി വെക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇതിനെ മൂടി വെച്ച് വേവിക്കാം. ഈ അപ്പം മറിച്ചിടേണ്ട ആവശ്യമില്ല. 1 സൈഡ് മാത്രം ഒന്ന് കുക്ക് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടപ്പ് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഒട്ടും എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതേപോലെ
ഇതിനെ മാറ്റുക. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ അത്ര സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ഒരു ദിവസം മുഴുവനും കേടാകാതെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് മാവ് ഒഴിച്ചിട്ടേ ഉള്ളൂ. ഇത് പരത്തിയിട്ടൊന്നുമില്ല. തന്നെ അത് നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ ഇത് തന്നെ സ്പ്രെഡായിട്ട് വന്നോളും. കംപ്ലീറ്റ് ആയിട്ട് ആ ഹോൾസ് വന്നതിന് ശേഷം മാത്രമേ മൂടി വെക്കാവുള്ളൂ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഇതിനെ റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. മൂടി വെച്ച് കൊടുക്കാം. അപ്പത്തിനായിട്ട് നമ്മൾ തലേദിവസം അരിയൊന്നും അരച്ച് വെച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. റവ മാത്രം മതി. നമുക്ക് രാവിലെ വളരെ പെട്ടെന്ന് ഒരു തയ്യാറെടുപ്പുകളും കൂടാതെ തന്നെ ഇതിനെ റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ പാനിലേക്ക് ഒട്ടും എണ്ണയൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു അപ്പമാണ്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവനും അപ്പവും റെഡിയാക്കിയെടുക്കാം. നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ റവ അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വെറും അരമണിക്കൂർ കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ രണ്ട് വശവും നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ല പഞ്ഞി പോലെ മൃദുവായിട്ട് വരും. നമുക്കിതിൻ്റെ ഒപ്പം മുട്ടക്കറി, ചിക്കൻ സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ ഇതിൻ്റെ ഒപ്പം എല്ലാം സെർവ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.